നമസ്കാരം. സ്കൂളിലെ ഫെയർവെൽ പാർട്ടി, ഈ ആഘോഷത്തിനിടയ്ക്ക് ഉണ്ടായ ചെറിയ ഒരു തർക്കം, ആ തർക്കത്തെ ഇൻസ്റ്റാഗ്രാമിലൂടെയും വാട്സപ്പിലൂടെയും എല്ലാം ആളിക്കത്തിച്ച് കൂടെ പഠിക്കുന്ന, തോളിൽ കൈയിട്ട് നടക്കുന്ന കൂട്ടുകാരനെ ജീവിതത്തിൽ നിന്ന് തന്നെ പറഞ്ഞുവിടാൻ തീരുമാനിക്കുന്ന മറ്റൊരു സംഘം. എന്ത് പറ്റി കുട്ടികളെ എന്ന് കേരളം ചോദിച്ചു തുടങ്ങിയിട്ട് കുറേ നാളുകളായി. 2025 പിറന്ന ശേഷം ഇത്തരത്തിലുള്ള ഒരു വാർത്താ തലക്കെട്ടില്ലാത്ത ഒരു ദിവസം പോലും ഈ നിമിഷം വരെ ഉണ്ടായിട്ടില്ല. ഇനി അങ്ങോട്ട് ഉണ്ടാകുമോ എന്ന് പറയാനും കഴിയില്ല. അത്തരത്തിലാണ് സാഹചര്യങ്ങൾ. താമരശ്ശേരിക്കാരനായ ഷഹബാസ് പഠിക്കാൻ മിടുക്കനാണ്. അടുത്തയാഴ്ച തുടങ്ങുന്ന 10ാം ക്ലാസ് പരീക്ഷ എഴുതേണ്ട വിദ്യാർത്ഥിയാണ്. നന്നായി പഠിക്കുന്ന, നാട്ടുകാരോടെല്ലാം നന്നായി ഇടപെടുന്ന മിടുക്കനായ വിദ്യാർത്ഥി എന്ന് ഷഹബാസിനെ കുറിച്ച് പറയുന്നവരെല്ലാം പറയുന്നുണ്ട്. ഒരുപക്ഷെ ഷഹബാസിനെ ജീവിതത്തിൽ നിന്ന് പറഞ്ഞയച്ച ഈ മർദ്ദനത്തിന് സംഘം ചേർന്ന ആളുകളിലുമുണ്ടാകും അടുത്തയാഴ്ച 10ാം ക്ലാസ് പരീക്ഷ എഴുതേണ്ടവർ. തല്ലിയതിലല്ല, എങ്ങനെ ആ മാനസികാവസ്ഥയിലേക്ക് നമ്മുടെ കുട്ടികൾ എത്തുന്നു എന്നതിലാണ് ഏറെ ആശങ്കയും അത്ഭുതവും. അവനെ തല്ലിക്കൊന്നാലും ഒന്നും സംഭവിക്കാനില്ല എന്ന ആത്മവിശ്വാസം. പേടി തോന്നും ഈ കുട്ടികളുടെ വാക്കുകൾ കേട്ടാൽ. എത്താ മോനെ, എല്ലാം കഴിഞ്ഞില്ലേ. പിന്നെ ഇനി ഷഹബാസിനെ പറഞ്ഞില്ലേ, ഷഹബാസ് എനിക്ക് താങ്ങുന്നല്ല നീ പറയേണ്ടി, എനക്കൊന്നുമില്ലാന്ന് തന്നെ പറയേണ്ടി. ഇപ്പം എന്തേ തടപ്പിന് തല്ലൊന്നും അറിയൂലേ. ഞാൻ മര്യാദയ്ക്ക് തച്ചിട്ട് തന്നെയല്ലോ, ഞാൻ അങ്ങനെ പിടിച്ച് 4 കുത്താട്ട് എടുത്ത് കണ്ണിന് തന്നെ. ഇത് മാത്രമാണ് ചെയ്തില്ല, അതിൽ തന്നെ ഓനൊന്നായിട്ട് ഇല്ലാണ്ടായി പോയി. ഫസ്റ്റത്തെ 2 കുത്തലിൽ തന്നെ ഓനൊന്നായിട്ട് അരിഞ്ഞു വയ്ക്കില്ലാണ്ട് വാണെന്ന് വെച്ചപ്പോൾ തല്ലിനെ വെച്ച് അത്തുപോയി. എന്തേ തടവാൻ ഒന്നുമില്ല. ഞങ്ങളൊരു 5 ആള്, ഓല് പരുന്നറമ്പ് സ്കൂള്, മറ്റേ MJ എല്ലാവരും ഒരു 50 ആൾക്കാർ, 30-40 50 30-40 ആൾക്കാർ, ഞങ്ങളൊരു 5 ആള്. എന്തേത് കിട്ടലാൾക്ക് കിട്ടി. ഷഹബാസിനേറ്റ മർദ്ദനം, ആ മർദ്ദനത്തെക്കുറിച്ച് കേട്ടാൽ ഒരുവിധം മനുഷ്യരെല്ലാം തല മരവിച്ചു പോകും. ഒന്നോർക്കണം, 14-15 വയസ്സുള്ള ഒരു കുട്ടിക്കാണ് ഈ മർദ്ദനമേൽക്കുന്നത്. തല്ലിയതും അതേ പ്രായത്തിലുള്ളവർ. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ICUയിൽ കിടക്കുന്ന ആ സമയം, മരിക്കുന്ന സമയം വരെ ആ ബോധം പിന്നെ തിരിച്ചു വന്നിട്ടില്ല. പിന്നെ നല്ലൊരു മിടിപ്പെന്ന് പറയുകയാണെങ്കിൽ ശരീരത്തിന് ചെസ്റ്റിൽ മാത്രമുള്ള ഒരു മിടിപ്പ് മാത്രമേ ഉള്ളൂ. ആ മിടിപ്പ് മേപ്പെട്ടില്ല. അപ്പം എന്താ വെച്ചാൽ പ്രഷർ തീരെ തലയിൽക്കില്ല. അതെന്താ വെച്ചാൽ തലച്ചോറിൻ്റെ ഒരു ഭാഗം കട്ടായി പോയിയാണ്. കട്ടായി പോയിട്ട് തലച്ചോറ് കലങ്ങിയിട്ട് കംപ്ലീറ്റ് ബ്ലഡിൽ കുളിച്ച് പോയിക്കുന്നു. അപ്പോൾ 5 അടിയിലുള്ള അടിയാണ്. ഈ ഭാഗത്ത്, ഈ ചെവിൻ്റെ ഈ ഭാഗത്ത് ഒരു എല്ല് പൊട്ടിക്കുന്നു. അത് സ്കാനിങ് കണ്ടത്. അപ്പോൾ അത് അടിൻ്റെ ശക്തി കൊണ്ടായിരിക്കുമല്ലോ കിട്ടിയിട്ടുണ്ടാവുക. അതുകൊണ്ടാണ് ഇവന് മെയിൻ. പിന്നെ ഇവിടെയൊക്കെ പരിക്കുകളുണ്ട്. പിടിയും വലിയും കൂടിയതോ എന്താണെന്ന് അറിയില്ല. ഞാൻ ICU കണ്ടതാണ്. ചെസ്റ്റിൻ്റെ ഇവിടെയുണ്ട് പരിക്ക്, ഇവിടെ ഉണ്ടൊക്കെ പരിക്കുണ്ട്. മുഖത്തൊക്കെ ഉണ്ട്, അതൊക്കെ ഉണ്ട്. ഏതായാലും നല്ലോണം കൊല്ലാൻ തന്നെ നല്ലോണം 5 ആദികളെ ക്രൂരമായ. ഇവനെ നോക്കിയ പ്രൊഫസർ ഞങ്ങളന്നേരം വിളിപ്പിച്ച്, പിന്നെ ഇവനെയൊക്കെ വിളിപ്പിച്ചിട്ട് അയാൾ അങ്ങനെ ഒരു ഡോക്ടർ പറയുകയാണെങ്കിൽ അത്രക്കും ഉണ്ടാകുമല്ലോ. അപ്പോൾ ആ ഡോക്ടർ അത്രക്കും ഗൗരവമായിട്ടാണ് ഞങ്ങളോട് സംസാരിച്ചത്. ഗൗരവമായിട്ട് വെച്ചാൽ ഈ കുട്ടീനെ ഈ കോലത്ത് ചെയ്തത് ആരാണ് ആവശ്യം, അവർക്ക് പണി കൊടുക്കുകയാണ്. അത്രക്കും ക്രൂരമായിട്ടാണ് ഈ കുട്ടീനോട് ഈ നരജാതകന്മാർ ചെയ്തതെന്നാണ് പറയുന്നത്. ഇനി അങ്ങോട്ട് പറയുന്ന കാര്യങ്ങൾ കേട്ടാൽ ഒരുപക്ഷെ തന്ത വൈബെന്നും അമ്മാവൻ വൈബെന്നും പറഞ്ഞ് നിങ്ങൾ കളിയാക്കുമായിരിക്കും. പക്ഷേ പറയാതിരിക്കാൻ നിർവാഹമില്ല. നിങ്ങളീ പറയുന്ന തന്ത വൈബുകാരും അമ്മാവൻ വൈബുകാരും ഒക്കെ, അതായത് ഞങ്ങൾ നിങ്ങളായിരിക്കുന്ന കാലത്ത് പാടത്തും പറമ്പിലും സ്കൂൾ ഗ്രൗണ്ടിലുമെല്ലാം കളിച്ചു നടന്ന ഒരു കാലം. അന്ന് ഇതെല്ലാം കഴിഞ്ഞ് വൈകുന്നേരങ്ങളിലാണ് ഞങ്ങൾ വീട്ടിലേക്ക് കയറുന്നത്. ഇന്ന് ഗ്രൗണ്ടിൽ കുട്ടികളെ കാണുന്ന പതിവേ ഇല്ല. കയ്യിൽ മൊബൈലുമായി വീട്ടിനകത്ത് അടങ്ങിയിരിക്കുന്ന മക്കളെ കണ്ട് രക്ഷിതാക്കൾ സന്തോഷിക്കുമായിരിക്കും. പക്ഷേ അവരുടെ കയ്യിലിരിക്കുന്ന മൊബൈലിൽ അവർ കളിക്കുന്ന ഗെയിമുകളെക്കുറിച്ച് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ മിക്കവരും ഇല്ല എന്ന് ഉത്തരവായിരിക്കും നൽകുക. കൊല്ലട, വെട്ടറ, കുത്തറ എന്ന ആക്രോശം നമ്മുടെ കുട്ടികളുടെ ഭാഗത്തുനിന്നുണ്ടാവും. വീട്ടിലിരിക്കുമ്പോൾ മാത്രമല്ല, വഴിയെ നടന്നു പോകുമ്പോഴും യാത്ര ചെയ്യുമ്പോഴുമെല്ലാം മൊബൈൽ സ്ക്രീനിലാണ് അവരുടെ കണ്ണ്. അവർ കളിക്കുന്ന ഗെയിമുകൾ ഇത്തരത്തിൽ മറ്റു മനുഷ്യരെ കൊല്ലാനും വെട്ടാനും ഒക്കെ പ്രേരിപ്പിക്കുന്ന തരത്തിലുള്ള ഗെയിമുകൾ. എവിടെയൊക്കെയോ ഇരുന്ന് സംഘം ചേർന്ന് അവരത് കളിച്ച് ആനന്ദിക്കുന്നുണ്ട്. ഇതെല്ലാം നമ്മുടെ കുട്ടികളുടെ സ്വഭാവത്തിൽ സ്വാധീനിക്കപ്പെടുന്നില്ലേ എന്ന ചോദ്യം അവിടെ ഉണ്ട്. പണ്ട് സ്കൂളിലും ഇതുപോലെ തല്ലൊക്കെ കൂടുമായിരുന്നു. പക്ഷേ അധ്യാപകരുടെ ശാസനയിൽ ഒരു നോട്ടത്തിൽ
അങ്ങേയറ്റം പോയാൽ ഒരു ചൂരലിൻ്റെ ഒരു ചെറിയ അടിയിൽ ഈ തർക്കങ്ങൾ അവസാനിക്കും. വീണ്ടും കൂട്ടുകാരാകും, സന്തോഷത്തോടെ മുന്നോട്ട് പോകുന്ന കാലം. ചൂരലുകൾ അപ്രത്യക്ഷമായ, ശാസനകൾ അപ്രത്യക്ഷമായ ക്ലാസ് മുറികളിൽ ഇന്നെന്തൊക്കെയാണ് നടക്കുന്നത്? പൊതുവിദ്യാഭ്യാസത്തിലുള്ള സ്കൂളുകൾ മാത്രമല്ല, നമ്മുടെ സ്വകാര്യ സ്കൂളുകളിലും എന്തൊക്കെയാണ് നടക്കുന്നത്? കൊച്ചിയിൽ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയെ സഹപാഠി ലഹരി നൽകി പീഡിപ്പിച്ചു എന്നുള്ള വാർത്തയാണ് ഏറ്റവും ഒടുവിൽ കേരളം ചർച്ച ചെയ്യുന്നത്. എന്താണ് നമ്മുടെ കുട്ടികൾക്ക് പറ്റുന്നത്? ഈ പറയുന്ന കുട്ടികളെല്ലാം ഇൻസ്റ്റാഗ്രാം പോലുള്ള സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിലേക്ക് പോയാൽ ഞെട്ടിക്കുന്ന കാഴ്ചകൾ കാണാൻ കഴിയും എന്ന് പോലീസ് ഉദ്യോഗസ്ഥരടക്കം പറയുന്നു. എങ്ങനെയാണ് ഇവരെ തടയാൻ കഴിയുക? ചോദ്യങ്ങൾ പലതാണ്. സ്വന്തം അധ്യാപികയുടെയും കൂടെ പഠിക്കുന്ന പെൺകുട്ടികളുടെയും ചിത്രം അവരറിയാതെ പകർത്തി ടെലിഗ്രാം പോലുള്ള സൈറ്റുകളിൽ വിറ്റ് പണമുണ്ടാക്കുന്ന 15-16 വയസ്സുള്ള കുട്ടികളെക്കുറിച്ച് കഴിഞ്ഞ ദിവസം വാർത്ത വന്നു. ഓരോ ദിവസവും ഇത്തരത്തിൽ വാർത്തകൾ കൊണ്ട് കേരളം ഞെട്ടുകയാണ്. ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യ, എവിടെയൊക്കെയോ നമ്മുടെ കുട്ടികൾക്ക് അവരെ നഷ്ടപ്പെടുന്നുണ്ട്. സ്കൂളുകളിൽ നിന്ന് രാഷ്ട്രീയം പടിക്ക് പുറത്ത് നിൽക്കട്ടെ എന്ന് തീരുമാനിക്കാനൊക്കെ വലിയ ഉത്സാഹമാണ് കേരളത്തിൽ പലരും കാണിച്ചത്. പക്ഷേ ഒരു കാര്യം ഇപ്പോഴും ഞാൻ ഓർക്കുകയാണ്. സ്കൂളുകളിൽ രാഷ്ട്രീയമുണ്ടായിരുന്ന കാലം, വിദ്യാർത്ഥികൾ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ സജീവമായിരുന്ന കാലം, അത് അല്ലറ ചില്ലറ കുഴപ്പങ്ങളൊക്കെ ഉണ്ടെങ്കിലും കുട്ടികൾ ദിശാബോധം നൽകുന്നതിനും രാഷ്ട്രീയ വിദ്യാഭ്യാസം നൽകുന്നതിലും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ വഹിച്ച പങ്ക് വളരെ വലുതാണ്. രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ പടിയിറങ്ങിപ്പോയ സ്കൂളുകളിലേക്ക് വന്നു കയറിയത് എന്തെല്ലാമാണെന്ന് വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. രാഷ്ട്രീയം ഒരു കാരണം, രാഷ്ട്രീയം പുറത്തായത് മാത്രമല്ല കാരണം. തീർച്ചയായും ഇതൊരു വ്യക്തിപരമായ അഭിപ്രായമാണ്. അധ്യാപകരും വിദ്യാർത്ഥികളും തമ്മിലുള്ള ബന്ധത്തിലൊക്കെ വന്ന വലിയ വ്യത്യാസങ്ങൾ, നേരത്തെ പറഞ്ഞതുപോലെ ക്ലാസ്സിൽ വിദ്യാർത്ഥികളെ ഒന്ന് ശാസിക്കാൻ പോലും കഴിയാതെ അധ്യാപകർ വിഷമിക്കുന്നത് കണ്ടിട്ടുണ്ട്. പല ക്ലാസ്സുകളിൽ നിന്നും അധ്യാപകർ പൊട്ടിക്കരഞ്ഞ് ഇറങ്ങിപ്പോകേണ്ടി വരുന്ന വാർത്തകൾ ദിവസം പ്രതി വരുന്നുണ്ട്. ഇത്തരത്തിൽ എങ്ങനെയാണ് നമ്മുടെ സാമൂഹ്യ അവസ്ഥയിൽ മാറ്റം വരുന്നത്? പറയുമ്പോൾ വീട്ടിലെ കുട്ടികൾ ആവശ്യപ്പെടുന്ന 5-10 ലക്ഷം രൂപ വിലയുള്ള ബൈക്കുകൾ വാങ്ങിക്കൊടുക്കാൻ വേണ്ടി ബാങ്കുകൾക്കും ധനകാര്യ സ്ഥാപനങ്ങൾക്കും മുന്നിൽ വായ്പ എടുക്കാൻ കാവൽ നിൽക്കുന്ന രക്ഷിതാക്കളും ഒന്നാലോചിക്കണം. സിലബസ് സ്റ്റേറ്റ് ആയാലും CBSE ആയാലും ICSE ആയാലും സിലബസുകൾക്കപ്പുറത്തേക്ക് പഠിക്കേണ്ട ചില കാര്യങ്ങൾ, അത് സ്കൂളുകളിൽ നിന്നും ജീവിതത്തിൽ നിന്നും പഠിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. സ്നേഹവും സഹാനുഭൂതിയും തൊട്ടടുത്തിരിക്കുന്നവനെ തിരിച്ചറിയാനും അവൻ്റെ വിഷമങ്ങൾ അറിയാനും അവൻ്റെ സന്തോഷങ്ങളിൽ പങ്കുചേരാനുമുള്ള മനസ്സ് കുട്ടികൾക്കുണ്ടാവണം. നമ്മുടെ ചൈൽഡ് കൗൺസിലിംഗ് സെൻ്ററുകളിൽ, നമ്മുടെ സൈക്കാട്രിസ്റ്റുകളിൽ, നമ്മുടെ സൈക്കോളജിസ്റ്റുകൾക്ക് മുന്നിലേക്ക് ഓരോ ദിവസവും വന്നു പോകുന്ന കുട്ടികളുടെ എണ്ണം നമ്മൾ ചിന്തിക്കുന്നതിനൊക്കെ അപ്പുറത്താണ്. ഈ കഥകളെക്കുറിച്ച് നമ്മുടെ കൗൺസിലർമാർ പറയുന്നത് കേട്ടാൽ ഒരുപക്ഷെ നമ്മുടെ തലകറങ്ങും. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് എന്ന് കേരളം ഇനിയെങ്കിലും ഗൗരവത്തോടെ ചിന്തിക്കണം എന്ന് മാത്രമാണ് അഭ്യർത്ഥിക്കാനുള്ളത്. ഇത് ഒരു രക്ഷിതാവിൻ്റെ കൂടി അഭ്യർത്ഥനയായി കണക്കാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മുടെ കുട്ടികൾ മിടുക്കന്മാരായി മാറട്ടെ. നേരത്തെ പറഞ്ഞ പോലെ സിലബസുകൾക്കപ്പുറത്ത് ചില കാര്യങ്ങളുണ്ട്, ചില സത്യങ്ങളുണ്ട്. സിലബസുകൾക്കപ്പുറത്ത് ഒരു ജീവിതമുണ്ട്. ആ ജീവിതം കൂടി പഠിച്ച് അവരെല്ലാം മിടുക്കരാവട്ടെ. നമസ്കാരം.